ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നു കാട്ടാന ആക്രമണത്തിൽ. വയനാട് അതിർത്തിയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ മരിച്ചു എന്ന വാർത്ത വരുന്നു. വനത്തിൽ തേനെടുക്കാൻ പോയ പരപ്പൻപാറ കോളനിയിലെ മിനിയാണ് മരിച്ചത്. ഭർത്താവ് സുരേഷിന് ഗുരുതര പരിക്കുമേറ്റിരിക്കുന്നു. കമൽ, വീണ്ടും രോദനത്തിന്റെ വിലാപത്തിന്റെ കണ്ണീരിന്റെ വാർത്ത വരികയാണ് വയനാട്ടിൽ നിന്നും. എങ്ങനെയാണ് ഈ ആക്രമണം ഉണ്ടായത്? മരിച്ച ആളെക്കുറിച്ചും ഏത് സാഹചര്യത്തിലാണ് ഇവർ ആനയുടെ ആക്രമണത്തിന് ഇരയായത്? പ്രജീഷ്, പൂർണ്ണമായും ഉൾവനത്തിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. പരപ്പൻപാറ കോളനി എന്ന് പറയുന്നത് തന്നെ വനാന്തർ ഭാഗത്താണ്. വയനാട്ടിൽ നിന്നാണെങ്കിൽ മുപ്പൈനാട് എന്ന സ്ഥലത്ത് വടുവഞ്ചാൽ ഭാഗത്ത് നിന്ന് കുത്തനെ മലയിറങ്ങി ഒരു 5 കിലോമീറ്ററോളം ഉൾവനത്തിൽ പോയാലാണ് ഈ കോളനിയിൽ എത്തുക. ചാലിയാർ പുഴയുടെ തീരത്താണ്. ചോലനായ്ക്കരാണ് ഇവിടെ താമസിക്കുന്നത്. അവർ ഇത്തരത്തിൽ വനത്തിനകത്ത് താമസിക്കുകയും വനവിഭവങ്ങൾ ശേഖരിക്കുകയും ചെയ്യുന്ന രീതിയാണ്. അത്തരത്തിൽ ആ കോളനിയിൽ നിന്ന് വീണ്ടും ഒരു 10 കിലോമീറ്റർ മാറി കാട്ടിൽ തേനെടുക്കാൻ പോയതായിരുന്നു ഇവർ എന്നാണ് ലഭിക്കുന്ന വിവരം. ഈ മിനിയാണ് മരിച്ചത്. ഭർത്താവിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. നിലമ്പൂർ ഭാഗത്തു നിന്ന്, നിലമ്പൂർ വാണിയമ്പാറ സ്റ്റേഷനിൽ നിന്ന് വനംവകുപ്പ് 2 വാഹനങ്ങളിലായി വനപാലകർ അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. പൂർണ്ണമായും വാഹനം എത്തുകയില്ല, നടന്ന് എത്തേണ്ടി വരും ഈ സ്ഥലത്തേക്ക്. ചാലിയാർ പുഴയുടെ അക്കരെയാണ് നിലമ്പൂരിൽ നിന്ന് വന്നാൽ എത്തുക. പുഴ കടന്ന് ഇപ്പുറത്ത് വരേണ്ടി വരും എന്നാണ് ഈ സമയത്ത് ഇപ്പോൾ വിവരം ലഭിക്കുന്നത്. എന്തായാലും വയനാട്ടിൽ നിന്ന് അങ്ങോട്ട് പെട്ടെന്ന് എത്തുക സാധ്യമല്ലാത്തതിനാൽ ഇവിടെ നിന്ന് ഇതുവരെ വനംവകുപ്പ് പുറപ്പെട്ടിട്ടില്ല. പുറപ്പെട്ടിരിക്കുന്നത് നിലമ്പൂരിൽ നിന്നാണ്. അവരവിടെ എത്തിയാലേ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുകയുള്ളൂ. കമൽ, ഒരു ഉപജീവന മാർഗം തേടിപ്പോയവരാണ്. അപ്പോൾ അവർക്ക് ഈ കാടിനെ കുറിച്ചും കാട്ടിന്റെ ഗന്ധമൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആളുകൾക്ക് ഈ ആനയുടെ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിയാതെ പോയതാണോ? എങ്ങനെയാണ് ഈ ആക്രമണത്തിന്റെ വിവരങ്ങൾ പ്രാഥമികമായി ഇപ്പോൾ കമലിന് ലഭിക്കുന്നത്? ഇനി കൂടുതൽ കാര്യങ്ങൾ കമൽ ഈ മേഖലയുള്ള ആളുകളുമായി ബന്ധപ്പെടുമ്പോൾ ലഭിക്കുമെങ്കിൽ നമുക്ക് നിലവിലെ സാഹചര്യത്തിൽ പ്രേക്ഷകർക്ക് നൽകാൻ കഴിയുന്ന അറിവുകൾ. പ്രജീഷ് പറഞ്ഞതുപോലെ സാധാരണഗതിയിൽ ഇവർക്ക് വനത്തിന്റെ കാര്യങ്ങളും കാട്ടാനയുടെ സ്വഭാവവും ഒക്കെ അറിയേണ്ടതാണ്. ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ആനക്കൂട്ടത്തിന് മുന്നിലോ അല്ലെങ്കിൽ ഒറ്റയാന് മുന്നിലോ പെട്ടുപോയതെന്ന് അറിയില്ല. കാരണം വനത്തിൽ തന്നെ ജീവിക്കുന്നവരാണ്. അവരെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. വയനാട്ടിൽ മറ്റൊരു സ്ഥലത്ത് അവർക്ക് താമസമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. പക്ഷെ അവരുടെ പരമ്പരാഗത സ്വഭാവമൊക്കെ വെച്ച് അവർ വീണ്ടും പഴയ കോളനിയിൽ തന്നെയാണ് കൂടുതൽ ആളുകളും തങ്ങുന്നത്. ഇടയ്ക്ക് മാത്രമാണ് പ്രളയമൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഇങ്ങോട്ട് മാറി താമസിക്കാറുള്ളത്. 2018 പ്രളയത്തിൽ